Cambridge English 365 days. 1 minute vocabulary. Oxford 3000 നിന്നും സെലക്ട് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാക്കുകളുടെ കളക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും ആദ്യത്തെ വാക്ക് നോക്കാം. ചൂസ്, തിരഞ്ഞെടുക്കുക. ടു ഡിസൈഡ് വാട്ട് യു വാണ്ട് ഫ്രം 2 or more things or possibilities. വെർബിന്റെ 4 ഫോംസ് നമുക്ക് നോക്കാം. ചൂസ്, ചോസ്, ചോസൻ, ചൂസിങ്. പ്രൊനൗൺസിയേഷൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ചൂസ്, ചോസ്, ചോസൻ, ചൂസിങ്. There are plenty of restaurants to choose from. തിരഞ്ഞെടുക്കാനായി ഒരുപാട് ഭക്ഷണശാലകൾ ഉണ്ട്. The second word is chop. കഷ്ണങ്ങളാക്കി മുറിക്കുക എന്നാണ് അർത്ഥം. To cut something into pieces with an axe, knife or other sharp instrument. നമുക്ക് 4 ഫോംസ് നോക്കാം. ചോപ്പ്, ചോപ്ഡ്, ചോപ്ഡ്, ചോപ്പിംഗ്. സെന്റൻസ് വായിക്കാം. സെന്റൻസ് വായിക്കുന്നതിന് മുമ്പ് ആക്സ് എന്ന് പറഞ്ഞാൽ കോടാലി എന്നാണ് അർത്ഥം. നൈഫ്, കത്തി എന്നൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ഷാർപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ മൂർച്ചയുള്ള ഇൻസ്ട്രുമെന്റ്. സെന്റൻസ് വായിക്കാം. ചോപ്പ് ദി ഓണിയൻസ് ആൻഡ് ക്യാരറ്റ്സ് റഫ്ലി. ചുവന്നുള്ളിയും ക്യാരറ്റും കഷ്ണങ്ങളാക്കൂ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ റഫ്ലി എന്ന് ഉദ്ദേശിക്കുന്നത്, റഫ്ലി എന്ന വാക്കിന്റെ മീനിങ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി ബട്ട് നോട്ട് എക്സാക്ട്ലി എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, അത് വലിയ ഭംഗിയൊന്നും നോക്കാൻ നിൽക്കണ്ട, അതുകൊണ്ട് നമ്മൾ ഉള്ളിയും ക്യാരറ്റും അങ്ങോട്ട് കഷ്ണങ്ങളാക്കൂ, വലിയ ഭംഗിയൊന്നും നോക്കാൻ നിൽക്കണ്ട എന്നൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ചോപ്പ് എന്നോ ചോപ്പ് അപ്പ് എന്നോ പറയാം. രണ്ടും ഒരേ മീനിങ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. Chop up the onions and carrots roughly. Chop the onions and carrots roughly. എങ്ങനെ വേണമെങ്കിലും പറയാം. The third word is claim. അവകാശമായി ആവശ്യപ്പെടുക അല്ലെങ്കിൽ ക്ലെയിം ചെയ്യുക എന്നർത്ഥം. To ask for something of value because you think it belongs to you. 4 ഫോംസ് വായിക്കാം. claim, claimed, claimed, claiming. Scientists are claiming a major breakthrough in the fight against cancer. ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിൽ ശാസ്ത്രജ്ഞന്മാർ ഒരു വലിയ മുന്നേറ്റമാണ് അല്ലെങ്കിൽ കുതിച്ചുചാട്ടമാണ് അവകാശപ്പെടുന്നത് എന്നാണ് ആ സെൻസിന്റെ അർത്ഥം. The fourth word is clap. കൈയടിക്കുക എന്നാണ് അർത്ഥം. To make a short loud noise by hitting your hands together. 4 ഫോംസ് നമുക്ക് നോക്കാം. clap, clapped, clapped, clapping. The audience cheered and clapped. കാണികൾ ആഹ്ലാദിക്കുകയും കൈയടിക്കുകയും ചെയ്തു. cheered എന്ന് പറഞ്ഞാൽ ആഹ്ലാദിച്ചു എന്നാണ് അർത്ഥം. cheer എന്ന വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് cheered. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദി ഓഡിയൻസ് എന്നാണ്. കാരണം വവൽ സൗണ്ട് ആണ് എ, അതുകൊണ്ടാണ് ദി എന്ന പ്രൊനൗൺസിയേഷൻ വന്നത്. ദ, ദി രണ്ടും രീതിയിലാണ് നമുക്ക് വരാം. കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ ദ എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഇത് വവൽ സൗണ്ട് ആയതുകൊണ്ട് ദി. സൗണ്ട് ആണ് നോക്കേണ്ടത്, സ്പെല്ലിംഗ് മാത്രമല്ല സൗണ്ടും കൂടി നോക്കണം. ഇവിടെ ഇതിന്റെ പ്രൊനൗൺസിയേഷൻ ഓഡിയൻസ്, AEIOU വവൽ സൗണ്ട്സ് ആണ് വരുന്നത്, അതുകൊണ്ട് ദി ഓഡിയൻസ്. ദ ലാസ്റ്റ് വേർഡ് ഈസ് ക്ലിയർ. വൃത്തിയാക്കുക എന്നാണ് അർത്ഥം. ക്ലിയർ, ക്ലിയർഡ്, ക്ലിയർഡ്, ക്ലിയറിംഗ്. ഇതാണ് 4 ഫോംസ്. I had cleared my desk before I left. ഞാൻ പോകുന്നതിന് മുൻപേ എൻ്റെ ഡെസ്ക് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് സെൻസിന്റെ അർത്ഥം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഐ ഹാഡ് ക്ലിയർഡ് ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ പ്ലേലിസ്റ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന പ്ലേലിസ്റ്റിലാണ് നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊരു ഇഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹാഡ് ക്ലിയർഡ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ഇംഗ്ലീഷ് ടീച്ചേഴ്സുമായി ഫോണിലൂടെ ഇംഗ്ലീഷ് സംസാരിച്ച് ഇംഗ്ലീഷിന്റെ ക്വാളിറ്റി കൂട്ടാൻ നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 82815556. വൊക്കാബുലറി വീഡിയോസ് മാത്രമല്ല ഗ്രാമർ വീഡിയോസും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന ഒരു പ്ലേലിസ്റ്റ് കാണാൻ സാധിക്കും. ഈ വീഡിയോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രസിന്റെ ഒരു സ്പെഷ്യൽ ബുക്കും
ഞങ്ങൾ ഡിസൈൻ ചെയ്ത ഒരു സ്പെഷ്യൽ ബുക്കും ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ബുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 550 രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. കൊറിയറായിട്ട് ഞങ്ങൾ ഈ ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8281555566. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതിനുശേഷം താഴെ കാണുന്ന ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.